മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയെ കുറിച്ച് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് വൈദ്യുത കാന്തിക പ്രേരണ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വി ഹാവ് ലേൺഡ് 2 ഡിവൈസസ് മെയിൻലി. ഓക്കെ, AC ജനറേറ്ററും DC ജനറേറ്ററുമാണ് നമ്മൾ വൈദ്യുതകാന്തിക പ്രേരണ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ പഠിച്ചത്. ഇനി അതുമായി റിലേറ്റ് തന്നെ പഠിക്കുന്ന അടുത്തൊരു പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന പഠിക്കാനായിട്ട് ടെസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു പരീക്ഷണം തന്നെ കാണിച്ചിരുന്നു. അതേ പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ മ്യൂച്വൽ ഇൻഡക്ഷൻ തുടങ്ങുന്നിടത്ത് തന്നെ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇറ്റ്സെൽഫ് ദർ ഇസ് എ ഡയഗ്രാം ഈസ് ഗിവൺ. ഓക്കെ, ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ആ ചിത്രത്തിൽ ഒരു പച്ചിരുമ്പ് കോറിൽ 2 കമ്പിച്ചുറ്റുകൾ ചുറ്റിരിക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആൻഡ് കോർ. ദർ ആർ 2 coils in a soft iron core. 2 coils are there, and in the first coil, ആദ്യത്തെ കോയിൽ നമ്മൾ we have connected a switch, a cell and a switch. Okay, ഒരു സെല്ലും ഒരു സ്വിച്ചുമാണ് ഒന്നാമത്തെ കോയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സെല്ല് നമുക്കറിയാം, സെല്ലിൽ നിന്ന് തരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ DC ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഗ്രാഫൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോ ഇൻ ദ ഫസ്റ്റ് കോയിൽ വി ഹാവ് ഗിവൺ DC. And in the second coil we are connecting a bulb. ഒരു ബൾബാണ് നമ്മൾ രണ്ടാമത്തെ കോയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബൾബ് ഘടിപ്പിച്ചിരിക്കുന്ന കോയിൽ നമുക്ക് നോക്കിയറിയാം കറണ്ട് ഒന്നും നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടേ ഇല്ല. ഈ ബൾബ് പ്രകാശിക്കാൻ വേണമെങ്കിൽ രണ്ടാമത്തെ കോയിൽ നമ്മളൊരു കറണ്ടും കൊടുത്തിട്ടില്ല. നമ്മൾ കറണ്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കോയിലാണ്. ആൻഡ് ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദിസ് ഫസ്റ്റ് കോയിൽ ആൻഡ് സെക്കൻഡ് കോയിൽ. നമ്മളിവിടെയൊക്കെ ഫസ്റ്റ് കോയിൽ സെക്കൻഡ് കോയിൽ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ശരിക്കും കോയിലിന് പേര് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറണ്ട് കൊടുക്കുന്ന കോയിലുണ്ട്, ഇൻപുട്ടായിട്ട് കറണ്ട് കൊടുക്കുന്ന കോയിൽ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി കോയിൽ എന്നാണ്. പ്രൈമറി കോയിൽ. പ്രൈമറി അല്ലാതെ ബാക്കി കണക്ട് ചെയ്യുന്ന എല്ലാ കോയിലുകൾക്കും, അതായത് ഇൻപുട്ട് അല്ലാതെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുന്ന ബാക്കി എല്ലാ കോയിലുകൾക്കും നമുക്ക് സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കാം. ഓക്കെ, ഔട്ട്പുട്ട് കോയിൽ. നമ്മളിവിടെ ഒരു സെക്കൻഡറി കോയിൽ ഉപയോഗിച്ചുള്ളൂ, നമുക്ക് ഒന്നിൽ കൂടുതൽ സെക്കൻഡറി കോയിലുകൾ ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ കറണ്ട് കൊടുക്കുന്നൊരു കോയിൽ ഉണ്ടാവും, അതിൻ്റെ പേര് പ്രൈമറി കോയിൽ എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, ഇൻപുട്ട് കോയിൽ ഈസ് കോൾഡ് പ്രൈമറി കോയിൽ ആൻഡ് ദ ഔട്ട്പുട്ട് കോയിൽ ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് DC ആണ്. ഇനി ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിക്കുന്നു. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും ബൾബ് പ്രകാശിക്കുന്നുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് തന്നെ ഇട്ടിരുന്നാൽ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇതായിരുന്നു നമ്മൾ ആ പരീക്ഷണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കണ്ട നിരീക്ഷണം. സോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ട കാര്യങ്ങൾ ഇതായിരുന്നു. വെൻ ദ സ്വിച്ച് ടേൺ ഓൺ, ഓക്കെ, ദ ബൾബ് ഗ്ലോസ്. വെൻ ദ സ്വിച്ച് ടേൺ ഓഫ്, then also the bulb glows. But when the switch is kept in the on position, the bulb does not glow. ഇതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. അത് കൂടി ഞാനൊന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കണ്ട ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് വിത്ത് സോളിനോയിഡ് ആൻഡ് എ ഗാൽവനോമീറ്റർ. എ ഗാൽവനോമീറ്റർ ഇസ് കണക്റ്റഡ് ടു എ സോളിനോയിഡ് ആൻഡ് എ ബാർ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. ഇത് നമ്മൾ ആദ്യം കണ്ട പരീക്ഷണങ്ങൾ ഈ ചാപ്റ്ററിൽ. ഒരു സോളിനോയിഡിനുള്ളിലൂടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു, അതിലേക്ക് ഒരു ബാർ കാന്തം കൊണ്ടുവരുന്നു, കാന്തം ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിക്കുന്നുണ്ട്. When the magnet is moved into the coil and out of the coil kept, then ആ 2 സമയത്തും ഉള്ളിലേക്ക് ഘടിപ്പിക്കുമ്പോഴും പുറത്തേക്ക് ഘടിക്കുമ്പോഴും the galvanometer shows deflection. അല്ലേ, ആ 2 സന്ദർഭങ്ങളിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. But when the magnet is kept inside the solenoid, മാഗ്നറ്റ് സോളിനോയിഡ് ഉള്ളിൽ തന്നെ വെച്ചിരുന്നാൽ there is no deflection. അതും കൂടി ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ കൂടി ഓർത്ത് വെച്ചാൽ നമുക്കിത് പഠിച്ചാൽ എളുപ്പമായിരിക്കും. മാഗ്നറ്റ് ഉള്ളിലേക്ക് കയറ്റുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും ഡിഫ്ലക്ഷൻ. സിമിലർലി ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം ഡിഫ്ലക്ഷൻ. ഓൺ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ, ഓഫ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ, പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ. ഓക്കെ, അതേ കണക്ക് മാഗ്നറ്റ് ഉള്ളിൽ തന്നെ വെച്ചിരുന്നാൽ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. സിമിലർലി ഇവിടെ സ്വിച്ച് ഓണാക്കി തന്നെ വെച്ചിരുന്നാൽ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ കണ്ടതിൻ്റെ ഏതോ ഒരു സിമിലാറിറ്റുള്ളൊരു പരീക്ഷണം തന്നെയാണ് നമ്മൾ രണ്ടാമതും കാണുന്നത്. ഇനി എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ആദ്യം നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓഫ് ആയാൽ നമുക്കറിയാം ഇതിലൂടെ കറണ്ട് ഒന്നും പ്രവഹിക്കുന്നതല്ല. ഓക്കെ, ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഇൻ ദ കോയിൽ നൗ, സോ ദർ ഇസ് നോ ഫ്ലക്സ് അറൗണ്ട് ദ കോയിൽ.
ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക ബലരേഖകൾ ഉണ്ടാവുന്നത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചു അല്ലേ. ഹാൻസ് ക്രിസ്റ്റ്യൻസിൻ്റെ പരീക്ഷണത്തിൽ ആ കൂടെ നമ്മൾ പഠിച്ചതാണ്. ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ ആദ്യം സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആകുമ്പോൾ അതിലൂടെ കറണ്ട് ഒന്നും കടന്നു പോകുന്നില്ല. അതായത് ഇതിന് ചുറ്റും യാതൊരു കാന്തിക ഫ്ലക്സും ഇല്ല. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന മൊമെൻറ്റിൽ എന്താ സംഭവിക്കുക? കറണ്ട് ഇതിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടുവേഴ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. കറണ്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുക. ആസ് ദ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്ഡ് അക്രോസ് ദ കണ്ടക്ടർ അറൗണ്ട് ദ കോയിൽ അല്ലേ. ഇതിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് ചുറ്റും ഇങ്ങനെ കറണ്ട് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഇതിന് ചുറ്റും ഇങ്ങനെ ഫ്ലക്സ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മുകളിൽ മാത്രമല്ല താഴെയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വരച്ചു എന്നേ ഉള്ളൂ അത്. അപ്പം നമ്മൾ ആദ്യം കാണുന്ന ആദ്യത്തെ ഒബ്സർവേഷനാണ്, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ത്രൂ ദ സോളിനോയിഡ് അല്ലെ. കറണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൂടി വരുന്നു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. നമ്മളിവിടുത്തെ മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഫ്ലക്സ് കുറഞ്ഞു വന്ന് ഇല്ലാതാവുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് സന്ദർഭങ്ങൾ നമ്മൾ പറയുന്നു. 2 cases we are considered: switch turned on and switch turned off. When the switch is turned on, the flux around the conductor increases. When the switch turned off, the flux around the conductor decreases. In both 2 cases, സ്വിച്ച് ഓൺ ചെയ്യുന്ന സന്ദർഭത്തിലും സ്വിച്ച് ഓഫ് ചെയ്യുന്ന സന്ദർഭത്തിലും ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നു അല്ലേ. അത് മനസ്സിലായോ? സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുന്നത് കൊണ്ട് ഫ്ലക്സ് കൂടുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കുറഞ്ഞു വന്ന് പൂജ്യമാകുന്നതുകൊണ്ട് ഫ്ലക്സും കുറഞ്ഞു വന്ന് പൂജ്യമാകുന്നു. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുന്നത് കൊണ്ട് ഫ്ലക്സ് കൂടി, ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കുറയുന്നത് കൊണ്ട് ഫ്ലക്സ് കുറഞ്ഞു. അപ്പോൾ രണ്ട് കേസസിലും ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് അല്ലേ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി. Whenever there is a change in flux around a coil, a current or EMF is induced in the coil. That phenomenon we are called by the term electromagnetic induction. അല്ലേ, ഒരു കോയിലിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം സംഭവിച്ചാൽ അതിലൊരു EMF പ്രേരിതമാക്കപ്പെടുന്നു. ആ പ്രേരിതമാക്കപ്പെടുന്ന പ്രതിഭാസത്തിനാണ് നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണ എന്ന് കൊടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന മൊമെൻറ്റിലും രണ്ട് സന്ദർഭങ്ങളിലും ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ ഫ്ലക്സ് കൂടി, ഓഫ് ചെയ്തപ്പോൾ ഫ്ലക്സ് കുറഞ്ഞു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഫ്ലക്സിന് മാറ്റമുണ്ടായി, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി. ഈ ഒന്നാമത്തെ കോയിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ കോയിൽ സെക്കൻഡറി കോയിലും വളരെ അടുത്തായിട്ടാണ് വെക്കുന്നത്, വെരി ക്ലോസ് ടു ദ പ്രൈമറി കോയിൽ. അപ്പോൾ ഒന്നാമത്തെ ഇതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് രണ്ടാമത്തെ കോയിലൂടെയും കറണ്ട് പോകുന്നു. അപ്പോൾ പ്രൈമറിയിലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും സെക്കൻഡറിയിലും എന്ത് ഉണ്ടാവുന്നു? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു. അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡറി കോയിൽ ഷുഡ് ബി വെരി നിയർ ടു ദ പ്രൈമറി കോയിൽ അല്ലേ. മാത്രമല്ല ഇത് രണ്ടും ഒരു സോഫ്റ്റ് ആൻഡ് കോയിൽ തന്നെ ചുറ്റിയിരിക്കണം. ഇത് ദൂരെ കൊണ്ട് വെക്കിച്ചാൽ ഈ പരീക്ഷണത്തിൽ ഈ ബൾബ് പ്രകാശിക്കില്ല കേട്ടോ. ഇത് അടുത്ത് തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ പ്രൈമറി കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് സെക്കൻഡറി കോയിലൂടെയും കൂടി കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളും കറണ്ട് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും അവശേഷിക്കുന്നു. When the switch is kept in the on position, there is no the bulb does not glow അല്ലേ. ഓൺ ചെയ്ത് തന്നെ വെച്ചിരുന്നാൽ ഫ്ലക്സ് ബൾബ് പ്രകാശിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമുക്ക് നോർമലി പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കണ്ടതാണ്, മാഗ്നറ്റിനെ കോയിലിനുള്ളിൽ തന്നെ വെച്ചിരുന്നാൽ അവിടെ ബൾബ് ഗാൽവനോമീറ്റർ റിഫ്ലക്റ്റ് ചെയ്യില്ല. അതിനെന്തായിരുന്നു കാരണം? നമ്മൾ പഠിച്ചതല്ലേ. ഇവിടെ മാഗ്നറ്റിനെ കോയിലിനുള്ളിൽ തന്നെ വെച്ചിരുന്നാൽ ഫ്ലക്സ് ഉണ്ട്, ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഫ്ലക്സിന് മാറ്റമൊന്നുമില്ല, ഉള്ള ഫ്ലക്സ് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഇവിടെയും സെയിം റീസൺ തന്നെയാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് തന്നെ വെച്ചിരുന്നാൽ ഫ്ലക്സ് ഉണ്ട്, ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ ഫ്ലക്സ്. ഫ്ലക്സിന് യാതൊരു ചേഞ്ചും ഇല്ല, ഉള്ള ഫ്ലക്സ് അതുപോലെ തന്നെ നിൽക്കും, കൂടുകയുമില്ല കുറയുകയുമില്ല. അപ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഇല്ലെങ്കിൽ EMF പ്രേരിതമാക്കപ്പെടുന്നില്ല. EMF പ്രേരിതമാക്കപ്പെട്ടില്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ആ കണ്ട എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷനും അതിൻ്റെ കാരണവുമാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെയായിരുന്നു. വെൻ ദ സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ ആൻഡ് ടേൺ ഓഫ്, സ്വിച്ച് ഓൺ ആക്കുന്ന അവസരത്തിലും ഓഫ് ആക്കുന്ന അവസരത്തിലും മാത്രം ബൾബ് പ്രകാശിക്കുന്നു. അതിന് കാരണം ഓണാക്കുന്ന അവസരത്തിലും ഓഫ് ആക്കുന്ന അവസരത്തിലും ഫ്ലക്സിന് മാറ്റമുണ്ടായി. അപ്പോൾ ഒരു EMF പ്രേരിതമാക്കപ്പെട്ടു. ഓണാക്കി തന്നെ വെച്ചിരുന്നാൽ
ഫ്ലക്സിന് മാറ്റമില്ല, ബൾബ് പ്രകാശിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷനും അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നത് പറയാനുള്ളത്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൾബ് പ്രകാശിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അതൊരിക്കലും ഒരു പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രാക്ടിക്കലായിട്ട് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബൾബ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്കിതിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, ബൾബ് നമുക്ക് തുടർച്ചയായിട്ട് പ്രകാശിക്കണം. തുടർച്ചയായിട്ട് പ്രകാശിക്കണം എന്നാണെങ്കിൽ ഫ്ലക്സ് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. ഫ്ലക്സ് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടേയിരിക്കണമെങ്കിൽ ഇതിലൂടെ ഓടുന്ന കറണ്ട് മാറിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. അതിനെന്താ മാർഗം എന്നാണ്? അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? തുടർച്ചയായിട്ട് വ്യതിയാനം വരുന്നൊരു വൈദ്യുതി നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനെ നമ്മൾ വിളിച്ച പേരാണ് അൾട്ടർനേറ്റിംഗ് കറണ്ട്, അല്ലേ? AC, പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. AC എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് എളുപ്പം മനസ്സിലാക്കാനുള്ളത്. AC എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ചാണ്. കൂടുകയും കുറയുകയും ചെയ്യുന്നു. വീണ്ടും കൂടും കുറയും, കൂടും കുറയും, കൂടും കുറയും, അല്ലേ? അളവിന് എപ്പോഴും മാറ്റമുള്ളൊരു വൈദ്യുതിയാണ്. അളവിൽ മാത്രമല്ല ദിശയിലും വ്യതിയാനമുണ്ട്, അല്ലേ? അപ്പോൾ ഈ രണ്ട് വ്യതിയാനമുണ്ട്. അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ട് ഫ്ലക്സും കൂടുകയും കുറയുകയും ചെയ്യും, അല്ലേ? കറണ്ട് കൂടുമ്പോൾ ഫ്ലക്സും കൂടും, കറണ്ട് കുറയുമ്പോൾ ഫ്ലക്സും കുറയും. വീണ്ടും കറണ്ട് കൂടുമ്പോൾ ഫ്ലക്സ് കൂടും, കറണ്ട് കുറയുമ്പോൾ ഫ്ലക്സ് കുറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് കറണ്ടിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതിനാൽ തുടർച്ചയായിട്ട് ഫ്ലക്സിൻ്റെ അളവിനും വ്യത്യാസം വരുന്നു. മാത്രമല്ല ദിശയ്ക്കും വ്യതിയാനമുണ്ട്. അങ്ങനെയും നമുക്ക് പറയാം, ഇപ്പോൾ ഒഴുകുന്ന ഈ അർദ്ധഭ്രമണത്തിൽ ഒഴുകുന്ന ദിശയിലല്ല തിരിച്ച് കറണ്ട് ഒഴുകുന്നില്ലേ? ഇവിടെ നമ്മൾ AC ആണ് കൊടുക്കുന്നതെങ്കിൽ, DC മാറ്റി AC ആണ് കൊടുക്കുന്നതെങ്കിൽ AC-യുടെ സിമ്പിൾ നമ്മളിങ്ങനെയാണ് വരയ്ക്കുക. ആ ഗ്രാഫിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. AC ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അടുത്ത ഹാഫ് സൈക്കിൾ ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ അടുത്ത ഹാഫ് സൈക്കിളിൽ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. പിന്നെയും കറണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഓക്കെ, ഓരോ അർദ്ധഭ്രമണം കഴിയുമ്പോഴും കറണ്ടിൻ്റെ ദിശ ഇങ്ങനെ ഒഴുകുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് രൂപപ്പെടുന്ന ഫ്ലക്സിൻ്റെ ദിശയും എന്ത് ചെയ്യുന്നു? മാറ്റവും സംഭവിക്കുന്നു. ആദ്യത്തെ ഫ്ലക്സിൽ ഇവിടെ നോർത്ത് സൗത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത അർദ്ധഭ്രമണം കഴിയുമ്പോൾ ഇവിടെ സൗത്ത് ഇവിടെ നോർത്തായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫ്ലക്സിൻ്റെ ദിശയും മാറുന്നുണ്ട്, ഫ്ലക്സിൻ്റെ അളവും മാറുന്നുണ്ട്. അപ്പോൾ AC കൊടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ തുടർച്ചയായി വ്യതിയാനമുള്ളൊരു ഫ്ലക്സാണ് നമുക്ക് ലഭിക്കുന്നത്. AC എന്ന് പറയുന്നത് തുടർച്ചയായി അളവിനും ദിശയിലും മാറ്റമുള്ളതുകൊണ്ട് അതേപോലെ തുടർച്ചയായി അളവിലും ദിശയിലും മാറ്റമുള്ള ഒരു ഫ്ലക്സ് ലഭിക്കുന്നു. അതായത് തുടർച്ചയായി ഫ്ലക്സ് വ്യതിയാനം ലഭിക്കുന്നു. AC ആണ് കൊടുക്കുന്നതെങ്കിൽ തുടർച്ചയായ ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാകുന്നു. തുടർച്ചയായ ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാകുന്നെങ്കിൽ തുടർച്ചയായി EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ബൾബ് തുടർച്ചയായി പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബൾബ് തുടർച്ചയായി പ്രകാശിക്കാനുള്ളൊരു എങ്ങനെയാണ് തുടർച്ചയായി പ്രകാശിപ്പിക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ AC കൊടുത്താൽ മതി. പ്രൈമറി കോയിൽ AC കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡറി കോയിൽ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രതിഭാസത്തിന് നമ്മളൊരു പുതിയ പേര് കൊടുക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് നടക്കുന്നത്, വൈദ്യുതകാന്തി പ്രേരണം തന്നെയാണ് നടക്കുന്നത്. ചെറിയൊരു വ്യത്യാസം വന്നു, ചെറിയൊരു മോഡിഫിക്കേഷൻ വന്നു. ഇവിടെ ഒരു കോയിലൂടെ കറണ്ട് കടത്തിവിടുകയും രണ്ടാമത്തെ കോയിൽ EMF പ്രേരിതമാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ, അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് കോയിലുള്ളത് കൊണ്ട് തന്നെയാണ് പരസ്പര പ്രേരണം എന്നുള്ള രീതിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു വേർഡിലോട്ട് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് we are calling this phenomenon as mutual induction. So there is a flux change in the primary coil. The secondary coil is near to the primary coil. So flux change, it is also linked with the secondary coil, and an EMF is induced in the secondary coil also. So this phenomenon we are called by the term mutual induction. ഇനി ഇതിലൊരു ചെറിയ പരീക്ഷണം കൂടി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പ് കമ്പി ചുറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും ചോദിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം നമുക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ പ്രൈമറി കോയിലിൽ ഒരു പർട്ടിക്കുലർ എണ്ണം പ്രൈമറി കോയിൽ ഉപയോഗിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ AC കൊടുത്തു, സ്വിച്ചും കൊടുത്തു. ഇവിടെ നമ്മൾ സെക്കൻഡറി കോയിൽ ആദ്യം നമ്മൾ എണ്ണം കുറഞ്ഞത് ഉപയോഗിക്കുന്നു. എണ്ണം കുറഞ്ഞതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന പ്രകാശം കുറവായിരിക്കും. അതല്ല, ഇവിടെ നമ്മൾ പ്രൈമറിയേക്കാൾ ചുറ്റു കൂടുതലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന ബൾബിൻ്റെ പ്രകാശം കൂടിയിരിക്കും. അത് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന ചുറ്റുകളേക്കാൾ കൂടിയ എണ്ണം ചുറ്റുകൾ സെക്കൻഡറിയിൽ ഉപയോഗിച്ചാൽ
ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജും കൂടുന്നു. അത് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നും അല്ല, അത് നമ്മൾ ഈ പരീക്ഷണത്തിൽ ഓക്കെ ആ മാഗ്നറ്റ് വെച്ചുള്ള ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ നമ്മളത് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഈ പരീക്ഷണം വഴി ഈ ഇൻഡ്യൂസ് ടി എം എഫ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻഡ്യൂസ് ടി എം എഫിൻ്റെ അളവ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, ഉപയോഗിക്കുന്ന കാന്തശക്തിയുടെ കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക, ചലന വേഗത കൂട്ടുക. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അതും കൂടി ചേർത്ത് വേണം മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കാൻ. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചുറ്റുകളുടെ എണ്ണത്തിന് നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ കൂടുതൽ ചുറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ലഭിക്കുന്ന വോൾട്ടേജും കൂടുന്നു. വോൾട്ടേജ് കൂടുതലുണ്ട്. അതല്ല നമ്മൾ പ്രൈമറിയേക്കാൾ കുറച്ച് ചുറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പ്രൈമറിയേക്കാൾ കുറച്ച് ചുറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വോൾട്ടേജും കുറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഈ പരീക്ഷണത്തിൽ വെച്ച് തന്നെ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് ആണോ കൂടുതൽ വോൾട്ടേജ് ആണോ നമുക്ക് കിട്ടേണ്ടതെന്ന് ആലോചിക്കുക. അത് സന്ദർഭം പോലെയാണ്. കുറഞ്ഞ വോൾട്ടേജ് മതിയെങ്കിൽ പ്രൈമറിയേക്കാൾ ചുറ്റുകളുടെ എണ്ണം കുറച്ചുള്ള ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി ഉപയോഗിച്ചാൽ മതി. അതല്ല നമുക്ക് വോൾട്ടേജ് കൂടുതലാണ് കിട്ടേണ്ട ഒരു സന്ദർഭമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രൈമറിയിൽ എത്ര ചുറ്റുകളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ചുറ്റുള്ള സെക്കൻഡറി കോയിൽ ഉപയോഗിക്കാം. അപ്പോൾ സെക്കൻഡറിയിലെ കോയിലിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുത്തി വെച്ചാൽ പ്രൈമറിയേക്കാൾ കുറയ്ക്കാം കൂട്ടാം. പ്രൈമറിയേക്കാൾ കുറച്ചാണ് ചുറ്റുകൾ കൊടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് നമുക്ക് കുറച്ച് കിട്ടും. പ്രൈമറിയേക്കാൾ കൂടുതൽ ചുറ്റുള്ള സെക്കൻഡറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വോൾട്ടേജും കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യം അനുസരിച്ച് നമുക്കിവിടെ പുറത്തേക്ക് ലഭിക്കുന്ന സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനിയൊരു കാര്യം നമ്മൾ പറയാനുള്ളത്, ഇവിടെ നമ്മൾക്ക് ഈ ഒരു കേസിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെന്ന് നമ്മൾ പറഞ്ഞു. തുടർച്ചയായിട്ട് നമുക്ക് തന്നെ ഏത് വൈദ്യുതി തന്നെ കൊടുക്കണം, AC വൈദ്യുതി തന്നെ കൊടുക്കണം അല്ലേ. ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്താൻ കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് പ്രകാശിക്കണമെങ്കിൽ AC വോൾട്ടേജ് തന്നെയാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാം കൂട്ടാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏത് വോൾട്ടേജ് മാത്രമേ പറ്റൂ? AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റൂ. DC കൊടുത്താൽ ഇങ്ങനെ തുടർച്ചയായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്ന് പുറത്തേക്ക് EMF ഉൽപ്പാദിപ്പിക്കുകയില്ല. അപ്പോൾ AC തന്നെയായിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. AC കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ AC എന്ന് പറയുന്നുണ്ടെങ്കിലും DC ജനറേറ്ററിൽ DCയിലും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യും. കാരണം DC ജനറേറ്ററിൽ DC നിങ്ങൾക്കറിയാം കൂടുകയും കുറയുകയും അല്ലേ, ദിശയിൽ വ്യതിയാനമില്ല എന്നേ ഉള്ളൂ. എന്തിൽ വ്യത്യാസമുണ്ട്? അളവിൽ വ്യത്യാസമുണ്ട്. അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അളവ് കൂടുകയും കുറയുകയും ചെയ്താൽ ഇവിടെ ഫ്ലക്സിനും കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ DC ജനറേറ്ററിൽ നിന്നുള്ളതാണെങ്കിൽ ആ DCയിൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയ പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി നമുക്ക് AC വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ മ്യൂച്വൽ ഇൻഡക്ഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന ഉപകരണമാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ വീട്ടിൽ കറണ്ട് കൊണ്ടുവരുന്നൊരു ഉപകരണമാണ്. കറണ്ട് കൊണ്ടുവരുന്ന വഴി ഒരു പോയിൻ്റായിട്ട് നിൽക്കുന്നൊരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണം ഇതേ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, ട്രാൻസ്ഫോമർ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷനെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിലും എന്ത് തന്നെ ഉണ്ടാവും, 2 കമ്പിച്ചുരുകൾ എന്തായാലും മിനിമം ഉണ്ടാവും അല്ലേ. ട്രാൻസ്ഫോമറിലും 2 കമ്പിച്ചുരുകളുണ്ട്. ഒരു പച്ചിരുമ്പ് കോറിൽ തന്നെയായിരിക്കും അത് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഘടന ഒന്ന് വരയ്ക്കാം. പച്ചിരുമ്പ് കമ്പിച്ചുറ്റിൽ ചുറ്റിയിരിക്കുന്ന 2 കമ്പിച്ചുറ്റുകൾ, അതായിരിക്കും ട്രാൻസ്ഫോമറിൻ്റെ ഘടന എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് വോൾട്ടേജ് കൂട്ടണോ കുറയ്ക്കണോ എന്നനുസരിച്ച് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം വരച്ച് നോക്കാം. ഇവിടെ പ്രൈമറിയിൽ ഞാൻ ഇത്ര ചുറ്റുകളെ എടുക്കുന്നുള്ളൂ. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയെടുത്തു. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും വരച്ചിട്ട് ഇത് പ്രൈമറി ഇത് സെക്കൻഡറി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരു കോയിൽ കണ്ടാൽ അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നമുക്കിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റില്ല. ഇത് ഇങ്ങനൊരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം കണ്ടിട്ട് ഇതൊരു ട്രാൻസ്ഫോമർ ആയിരിക്കാം, പക്ഷേ അതിൽ പ്രൈമറി ഏത് സെക്കൻഡറി എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കറണ്ട് എവിടെയാണോ കൊടുക്കുന്നത് അതാണ് പ്രൈമറി. അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് കൊടുക്കുന്നത് എവിടെയാണെന്ന് നിശ്ചയിക്കാം. ഇവിടെ കറണ്ട് കൊടുത്തു, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി കോയിലാണെന്ന് മനസ്സിലായി.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലാണ് അല്ലേ? ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയിൽ കൂടുതലാണ്. അതായത് നമുക്കിവിടെ പുറത്തേക്ക് ലഭിക്കുന്ന വോൾട്ടതയും കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ നമുക്ക് പ്രൈമറിയിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ വോൾട്ടത ലഭിക്കുന്നു. ഇതേ കണക്ക് നമുക്ക് ഇനി ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഘടന കൂടി വരയ്ക്കാം. ഇവിടെ നമ്മൾ തൽക്കാലം കറണ്ട് കൊടുക്കാൻ പോകുന്നിടത്ത് ചുറ്റുകളുടെ എണ്ണം കൂട്ടി വരയ്ക്കുന്നു. അതേസമയം സെക്കൻഡറിയിൽ നമ്മൾ വരയ്ക്കുന്നിടത്ത് കുറച്ച് വരയ്ക്കുന്നു. ഇവിടെ ഇതാണ് പ്രൈമറി, ഇവിടെയാണ് കറണ്ട് കൊടുത്തിട്ടുള്ളത് ഇൻപുട്ടായിട്ട്. അപ്പോൾ ഇതാണ് പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡറി കോയിൽ. ഇവിടെ നമ്മൾ നോക്കിയാൽ സെക്കൻഡറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. സോ സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടതയും നമുക്ക് കുറവായിരിക്കും. സോ നമുക്ക് ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. ഇൻ ദ ഫസ്റ്റ് കേസ് number of turns in the secondary is less than that of primary, so the output voltage is greater than primary voltage. In the next figure, number of turns in the secondary is less than that of primary coil, so the voltage induced secondary voltage or the output voltage will be less than that of primary. Okay, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കായിട്ട് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാൻ മനസ്സിലായി. ഇവിടെ ഇൻ ദ ഫസ്റ്റ് കേസ് വി ക്യാൻ ഇൻക്രീസ് ദ എ സി വോൾട്ടേജ്. നമുക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എ സി വോൾട്ടത കിട്ടാൻ നമുക്ക് ആദ്യത്തത് ഉപയോഗിക്കാം. കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വോൾട്ടത മതിയെങ്കിൽ നമുക്ക് രണ്ടാമത്തത് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം. ഇവിടെ ഇതുപയോഗിച്ച് എ സി വോൾട്ടത നമുക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് കിട്ടും. ഈ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാൾ വോൾട്ടത കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ വോൾട്ടത കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം. എ സി വോൾട്ടത കൂട്ടാനും എ സി വോൾട്ടത കുറയ്ക്കാനും ഈ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിനും രണ്ട് പേര് തന്നെ കൊടുക്കാം. വോൾട്ടത കൂട്ടാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. വോൾട്ടത കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോർമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഈ അപ്പ് ഡൗൺ എന്നുള്ള പേര് കൊടുത്ത് തന്നെ നമുക്ക് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു. Step up means the transformer which increase the AC voltage, and step down means transformer which decrease the AC voltage. കൂട്ട എ സി വോൾട്ടത കൂട്ടാൻ സ്റ്റെപ്പ് അപ്പ്, എ സി വോൾട്ടത കുറയ്ക്കാൻ സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ഈ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും കൂടെ പഠിക്കാനുണ്ട്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പറയുമ്പോൾ ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയും തമ്മിലുള്ളൊരു സമവാക്യവും, പിന്നീട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിൽ ചുറ്റുകളുടെ എണ്ണവും കറണ്ടും കൂടി ചേർത്തിട്ട്, ചുറ്റുകളുടെ എണ്ണവും കറണ്ടും വോൾട്ടതയും കൂടി ചേർത്തിട്ടൊരു സമവാക്യം. ഓക്കെ, ഈ രണ്ടെണ്ണവും റിലേറ്റ് ചെയ്യുന്ന സമവാക്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ചുറ്റുകളുടെ എണ്ണം വോൾട്ടതയുമായിട്ടും ഈ ചുറ്റുകളുടെ എണ്ണത്തെയും വോൾട്ടതയും വീണ്ടും കറണ്ടുമായി ബന്ധിപ്പിച്ചൊരു സമവാക്യം പഠിക്കുന്നുണ്ട്. പിന്നീട് പവർ വെച്ചുള്ളൊരു സമവാക്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമവാക്യങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വീഡിയോയുടെ അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ.